നമസ്കാരം. ബംഗ്ലാദേശിൽ വീണ്ടും ഒരു അട്ടിമറിക്ക് അരങ്ങൊരുങ്ങുന്നു എന്നാണ് സൂചന. അതായത് ഷെയ്ഖ് ഹസീന സർക്കാരിനെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിലാണ് അവിടെ നടന്ന ഒരു സൈനിക അട്ടിമറിയിലൂടെ അവർ പുറത്താക്കുന്നത്. ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കിയതിന് ശേഷം മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാരിന് രൂപം നൽകിയിരുന്നു. പക്ഷേ ആ ഇടക്കാല സർക്കാരിൻ്റെ പ്രവർത്തനത്തിലും രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത് സാധാരണഗതിയിലാകുന്നില്ല. രാജ്യം വലിയ രീതിയിൽ സാധാരണ പോലെ മുന്നോട്ട് പോകുന്നില്ല. വലിയ രീതിയിലുള്ള കലാപങ്ങൾക്കും അക്രമങ്ങൾക്കുമൊക്കെ ഒരു അരങ്ങായി മാറുന്നു. മാത്രമല്ല, രാജ്യത്ത് പൊതുവിൽ ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. ആ അരക്ഷിതാവസ്ഥ ഇല്ലാതാക്കാൻ പുതിയ ഇടക്കാല സർക്കാരിന് സാധിച്ചിട്ടില്ല. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനൊടുവിലാണ് ഷെയ്ഖ് ഹസീന സർക്കാരിനെ സൈന്യം അട്ടിമറിക്കുന്നത്. അതിനുശേഷം ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് പലായനം ചെയ്യുകയായിരുന്നു. അവർ ഇന്ത്യയിൽ അഭയം തേടുകയാണ് ചെയ്തത്. ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കണം എന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ്. അതിനിടയിലാണ് ഇപ്പോഴത്തെ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കം സൈന്യം നടത്തുന്നു എന്ന സൂചനകൾ ലഭിക്കുന്നത്. ചില ദേശീയ മാധ്യമങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ബംഗ്ലാദേശിൽ അസാധാരണമായ പല നീക്കങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. അതായത് ഇന്നലെ ബംഗ്ലാദേശിൽ ഒരു ഉന്നതതല സൈനിക യോഗം നടന്നിരുന്നു. 5 ലഫ്റ്റനന്റ് ജനറൽമാർ, 8 മേജർ ജനറൽമാർ, സ്വതന്ത്ര ബ്രിഗേഡുകളുടെ കമാൻഡിംഗ് ഓഫീസർമാർ, സൈനിക ആസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ എന്നിങ്ങനെ സൈന്യത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ഈ യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയമെന്നത് രാജ്യത്തെ സാധാരണ രീതിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ സൈന്യത്തിൻ്റെ പങ്കെന്ത്, അതിൻ്റെ സാധ്യതകൾ എന്നൊക്കെയാണ് ഈ ഉന്നതതല അടിയന്തര യോഗത്തിൽ ചർച്ചാ വിഷയമായത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ചില തീരുമാനങ്ങൾ സൈന്യം എടുത്തിട്ടുണ്ട് എന്നാണ് സൂചന. പ്രസിഡന്റുമായി കൂടിയാലോചിച്ചുകൊണ്ട് ഒരുപക്ഷെ ഈ നിലവിലുള്ള ഇടക്കാല സർക്കാരിനെ പുറത്താക്കി ഒരു ഐക്യ സർക്കാർ, സൈന്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരിന് രൂപം നൽകാൻ ഉള്ള ശ്രമം ഉണ്ടായേക്കും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. വിദ്യാർത്ഥി സംഘടനകൾ, അതായത് ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് പ്രക്ഷോഭത്തിലേർപ്പെട്ടിരുന്ന വിദ്യാർത്ഥി സംഘടനകൾ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. അവർ ഇപ്പോൾ സൈന്യത്തെ പോലും വിമർശിക്കുകയാണ്. അതായത് സൈന്യം ബംഗ്ലാദേശ് സർക്കാരിനെ നിലയ്ക്ക് നിർത്തുന്നില്ല, അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ കാര്യങ്ങൾ നേരെയാക്കുന്നതിൽ ഇടപെടുന്നില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കൃത്യമായി തന്നെ പരിഹരിക്കുന്നതിൽ ഇടക്കാല സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ചും മുഹമ്മദ് യൂനസിന് വലിയ പിന്തുണ അമേരിക്കയിൽ നിന്നുണ്ടായിരുന്നു. കോടിക്കണക്കിന് ഡോളറിൻ്റെ പിന്തുണയാണ് അമേരിക്കയിൽ നിന്നും മുഹമ്മദ് യൂനസിന് ലഭിച്ചത്. പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശ് എന്നൊരു രാജ്യം പോലും ഭൂമുഖത്തുണ്ട് എന്ന കാര്യം അമേരിക്ക മറന്നുപോയിരിക്കുന്നു. അത്രമാത്രം ബംഗ്ലാദേശിനെ അമേരിക്ക അവഗണിക്കുകയാണ്. ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം ഇത്തരം രാജ്യങ്ങളെയൊന്നും അമേരിക്ക മൈൻഡ് ചെയ്യുന്നതേയില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പിന്തുണ നഷ്ടപ്പെട്ട മുഹമ്മദ് യൂനസിന് ബംഗ്ലാദേശ് ഭരിക്കാൻ താല്പര്യമില്ല എന്ന ചില സൂചനകളും വരുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും സൈന്യം ഉടൻ തന്നെ അധികാരം ഏറ്റെടുത്തേക്കും. ഇതിനു പിന്നിൽ ഷെയ്ഖ് ഹസീനയാണ്, സൈന്യവും ഷെയ്ഖ് ഹസീനയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്ന് ഇതിനോടകം തന്നെ വിദ്യാർത്ഥി സംഘടനകൾ ആരോപിച്ചു കഴിഞ്ഞു. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് എന്ന പാർട്ടിയെ പുനരുജ്ജീവിപ്പിച്ച് ഷെയ്ഖ് ഹസീനയെ തിരികെ കൊണ്ടുവന്ന് അവരുടെ ഭരണം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് അവർ സൈന്യത്തിനെ വിമർശിച്ചുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കുന്നത്. എന്തായാലും സൈന്യം അതിനെ നിഷേധിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ രാജ്യത്തിന് കൃത്യമായ ഒരു നേതൃത്വം ഉണ്ടാക്കാനായി സൈന്യം വീണ്ടും അട്ടിമറി നടത്തും എന്നാണ് ലഭിക്കുന്ന സൂചന. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം
സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.